ഷീജ വീണ്ടും ചേരുകയാണ് ചുവപ്പ് സേന മാർച്ചിനൊപ്പം തത്സമയ വിവരങ്ങൾ നൽകാൻ. ഷീജ, ഈ മാർച്ച് അത് ആശ്രാമ മൈതാനത്ത് അവസാനിക്കുന്നതോടുകൂടി പൊതുസമ്മേളനത്തിന് കൂടി തുടക്കമാകുകയാണ്. നിരവധി ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന പൊതുസമ്മേളനമാണ് കൊല്ലത്തെ കാത്തിരിക്കുന്നത്. ഷീജ, അങ്ങനെ കൊല്ലം സമ്മേളനം ഇത് അക്ഷരാർത്ഥത്തിൽ ചരിത്രത്തിന്റെ ഭാഗമായി മാറും. തീർച്ചയായും അസിത, ഏതായാലും 30 വർഷങ്ങൾക്ക് ശേഷം കൊല്ലം ജില്ലയിൽ എത്തിയ CPIM-ന്റെ സംസ്ഥാന സമ്മേളനമാണ്. അതിന്റെ എല്ലാ ആവേശത്തോടു കൂടിയും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് കൊല്ലം ജില്ലയിലെ പാർട്ടിക്കാർ ഈ ഒരു സംസ്ഥാന സമ്മേളനത്തിന് വരവേറ്റത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. ഏതായാലും ആ സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപനത്തിന്റെ ദിവസം കൊല്ലം ജില്ല അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ ചുവപ്പണിഞ്ഞിരിക്കുകയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം ഈ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നായിട്ടാണ് ഈ ചുവപ്പ് സേനയുടെ മാർച്ച് ആരംഭിച്ചിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ പൊതുസമ്മേളന നഗരിയായ സീതാറാം യെച്ചൂരി നഗറിലേക്ക് ഈ റെഡ് വോളണ്ടിയർ മാർച്ച് പ്രവേശിക്കുന്നതായിരിക്കും. ഏതായാലും കൃത്യമായ, നേരത്തെ അസിത സൂചിപ്പിച്ചതുപോലെ തന്നെ ചിട്ടയായിട്ടുള്ള പരിശീലനം അതിനുശേഷമാണ് റെഡ് വോളണ്ടിയർ മാർച്ച് അവർ കൃത്യമായ രീതിയിൽ ഇന്ന് ഈ ഒരു റെഡ് വോളണ്ടിയർ മാർച്ച് ആരംഭിച്ചിരിക്കുന്നത്. അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ടത്, നമുക്ക് ഈ റെഡ് വോളണ്ടിയർ മാർച്ചിന് ഇരുവശവും വലിയ തോതിൽ കുട്ടികളുണ്ട്, പ്രായമായവരുണ്ട്, എല്ലാവരും ഒരുപോലെ ആ ഒരു ആവേശത്തോടു കൂടി അഭിവാദ്യം അർപ്പിക്കുന്നത് കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതും ഇതിന്റെ ഒരു പ്രത്യേകത തന്നെയാണ്. ഏതായാലും ആ രീതിയിൽ അത്രത്തോളം ആവേശത്തിൽ അക്ഷരാർത്ഥത്തിൽ കൊല്ലം ജില്ല ചെങ്കടലായി മാറിക്കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ റെഡ് വോളണ്ടിയർ മാർച്ചിനൊപ്പം നടക്കുമ്പോൾ പറയുവാൻ സാധിക്കുക. കാരണം അത്രത്തോളം ആവേശം കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഈ ഒരു റെഡ് വോളണ്ടിയർ മാർച്ചിന്റെ ഭാഗമാകുന്നു. അതിൽ മുതിർന്നവർ ഉണ്ട്. എല്ലാവരും ഒരേ ഒരു ആവേശം, ഒരേ ഒരു വികാരത്തോടു കൂടി ഈ ഒരു റെഡ് വോളണ്ടിയർ മാർച്ചിന്റെ ഭാഗമാകുന്നു എന്നുള്ളത് കൂടിയാണ് കൂട്ടിച്ചേർക്കുവാനുള്ളത്. ഏതായാലും ഈ മാർച്ചിന് ഇപ്പോൾ അല്പസമയം കഴിയുമ്പോഴേക്കും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ചിന്നക്കടയിലേക്ക് എത്തുമ്പോൾ നമുക്ക് അപൂർവമായൊരു കാഴ്ച കൂടി കാണുവാൻ സാധിക്കും. അത് എല്ലായിടങ്ങളിൽ നിന്നുള്ള പ്രകടനവും, അത് റെഡ് വോളണ്ടിയർ മാർച്ചുണ്ട്, പ്രതിനിധികളുടെ പ്രകടനമുണ്ട്, അതിനൊപ്പം തന്നെയാണ് പാർട്ടി പ്രവർത്തകരുടെ റാലി. അങ്ങനെ ഓരോ ഭാഗങ്ങളിൽ നിന്നായി ഇതെല്ലാം ഒരിടത്തേക്ക് എത്തിച്ചേരുന്ന ഒരു കാഴ്ച അത് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നതാണ്. ആ രീതിയിൽ കൃത്യമായിട്ടുള്ളൊരു ചിട്ടയായ രീതിയിലാണ് ഈ ഒരു പ്രകടനം എല്ലാം സജ്ജമാക്കിയിരിക്കുന്നത്. ആ രീതിയിൽ ഇപ്പോൾ റോഡിന് ഇരുവശങ്ങളിലും വലിയ പാർട്ടി പ്രവർത്തകരുടെ, അതോടൊപ്പം തന്നെ ജനങ്ങളുടെയൊക്കെ ഒരു വലിയ കൂട്ടം തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ റെഡ് വോളണ്ടിയർ മാർച്ചിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പലരും രക്തപതാക ഉയർത്തി ഈ റെഡ് വോളണ്ടിയർ മാർച്ചിന് അഭിവാദ്യം അർപ്പിക്കുന്നു. ആ രീതിയിലാണ് ഈ ഒരു റെഡ് വോളണ്ടിയർ മാർച്ച് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഷീജ, റെഡ് വോളണ്ടിയർ മാർച്ച് ഇതാ ഇങ്ങനെ പുരോഗമിക്കുകയാണ്. വിമർശകരോടും വ്യാജ വാർത്ത നിർമ്മിക്കുന്നവരോടും CPM ഉറക്കെ പറയുന്നു, ഇതാണ് ഈ പാർട്ടി ജനങ്ങൾക്കിടയിലാണ്, അല്ലാതെ വ്യാജ വാർത്താ നിർമ്മിതികൾക്കിടയിലല്ല, വിമർശകർക്കിടയിലല്ല, ജനങ്ങൾക്കിടയിലാണ് ഈ പാർട്ടി. അത് എത്രമാത്രം സത്യമാണ് എന്നുള്ളത്, അത് എത്രമാത്രം പ്രസക്തമാണ് എന്നുള്ളത് ഇതാ ഈ ദൃശ്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ ജനങ്ങളിലേക്ക് എത്തുന്ന CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, അതിൻ്റെ കരുത്തുകൂടിയാണ്, അതിൻ്റെ ആവേശം കൂടിയാണ് ഈ റെഡ് വോളണ്ടിയർ മാർച്ചിൻ്റെ ഓരോ നിമിഷവും നമ്മളിലേക്ക് പകർന്നു തരുന്നത് എന്നുള്ളതാണ്. പൊതുസമ്മേളനത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു ആശ്രാമ മൈതാനം. അവിടേക്ക് അല്പസമയത്തിനകം തന്നെ ഈ മാർച്ചുകൾ സംഗമിക്കും. ഷീജ അല്പം മുമ്പ് സൂചിപ്പിച്ചതുപോലെ ചിന്നക്കടയിൽ വിവിധ മേഖലകളിൽ നിന്ന് വരുന്ന ഈ മാർച്ചുകൾ, റെഡ് വോളണ്ടിയർ മാർച്ചുണ്ട്, പ്രതിനിധികളുടെ റാലിയുണ്ട്, ബഹുജന റാലിയുണ്ട്, ഇവ സംഗമിക്കും. അതിനുശേഷം അപൂർവമായ ആ കാഴ്ചയ്ക്ക് കൊല്ലം നഗരം ഇതാ വേദിയാകുകയാണ്. അങ്ങനെ കൊല്ലം നഗരത്തെ അക്ഷരാർത്ഥത്തിൽ കീഴടക്കിക്കൊണ്ട് തൊഴിലാളികളുടെ പാർട്ടി, ജനങ്ങളുടെ പാർട്ടി, മനുഷ്യരുടെ പാർട്ടി ഇതാ ഇങ്ങനെ മുന്നേറുകയാണ്. അവർ ആ ചെങ്കൊടിയെ ഉച്ചത്തിൽ ഉറക്കെ വാനോളം ഉയർത്തുകയാണ്. അങ്ങനെ ആ പാർട്ടി ഇതാ മുന്നേറുകയാണ്. ജനങ്ങൾക്കിടയിലൂടെ ജനങ്ങളോട് സംവദിച്ച് ജനങ്ങളുമായി ഇഴകിച്ചേർന്ന് അവർക്ക് പറയാനുള്ളത് കേട്ട്, അവരുടെ ആശങ്കകളെ കേട്ട്, ആ ആശങ്കകൾക്ക് പരിഹാരമുണ്ടാക്കി, ആശങ്കകളെ പരിഹരിച്ച് മുന്നോട്ട് പോകുകയാണ്.
നാടിന്റെ പുതിയ സമര പോരാട്ടങ്ങൾക്ക് പുത്തൻ കരുത്തേകി പുതിയ പാത തുറന്നുകൊണ്ടുകൂടിയാണ് ഈ സമ്മേളനം ഇങ്ങനെ മുന്നേറുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു, പ്രതിനിധി സമ്മേളനം നമ്മൾ കാണുന്നു, റെഡ് വോളണ്ടിയർ മാർച്ച്, ഒപ്പം തന്നെ വാഹന ജാഥ. അങ്ങനെ ആവേശോജ്ജലമായ രീതിയിൽ കൊല്ലം നഗരം CPM-ന്റെ സംസ്ഥാന സമ്മേളനത്തെ വരവേൽക്കുകയാണ്. ആവേശം ഒട്ടും ചോരാതെ അത് വരും തലമുറകൾക്ക് കൂടി പകർന്നു നൽകുകയാണ്. അങ്ങനെ ചരിത്രത്തിന്റെ ഭാഗമാകുകയാണ് CPM-ന്റെ കൊല്ലം സമ്മേളനം. വിമർശകരോട് ഇതാണ് ഈ പാർട്ടി മനുഷ്യർക്കൊപ്പമാണ് എന്ന് ആവർത്തിച്ച് അടിവരയിട്ട് പറയുന്നുണ്ട് ആ സമ്മേളന നഗരിയിൽ നിന്നുള്ള ഓരോ കാഴ്ചകളും. മനുഷ്യനെ കേട്ട്, മനുഷ്യനെ അറിഞ്ഞ്, മനുഷ്യനെ ചേർത്ത് നിർത്തി ഇങ്ങനെ ഈ നിലയിൽ CPM എന്ന മഹത്തായ ബൃഹത്തായ രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നതിന്റെ ആവേശകരമായ കാഴ്ചകൾക്ക് കൂടിയാണ് ഇപ്പോൾ കൊല്ലം നഗരം സാക്ഷ്യം വഹിക്കുന്നത്. കൊല്ലത്തെ അക്ഷരാർത്ഥത്തിൽ ചെങ്കടലാക്കുന്നു, ചെമ്പട്ടണിയിച്ച CPM-ന്റെ സംസ്ഥാന സമ്മേളനം, അതിന്റെ ബഹുജന മാർച്ച്, ചുവപ്പ് സേനാ മാർച്ച് ഇതാ മുന്നേറുകയാണ്.